ഹലോ, അപ്പോൾ ഒരു ഈസി സ്നാക്ക് റെസിപ്പിയിലേക്കാണ് ഇന്ന് പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള പ്ലാനിലാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ ഒരു ബോൾ എടുക്കുക. എന്നിട്ട് നല്ല പഴുത്ത ഏത്തപ്പഴം കേട്ടോ, നല്ല പഴുത്ത ഏത്തപ്പഴം. ഞാനിവിടെ 2 എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക്, ബിക്കോസ് ഇത് സ്മാഷ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്മാഷ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് പൊടിച്ച ഓട്സ്, അളവെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊടിച്ച ഓട്സ് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. കൊക്കോ പൗഡർ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു മുട്ട ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ബദാം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കയ്യിൽ കുറച്ച് ബ്ലൂബെറീസ് ഉണ്ടായിരുന്നു, അപ്പോൾ ബ്ലൂബെറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോഡാ പൗഡർ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഞാൻ ഇത് മിക്സ് ചെയ്തപ്പോഴാണ് ഓർത്തത് എൻ്റെ കയ്യിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി ക്രഷ് ചെയ്ത് ഇതിൻ്റെ ഒപ്പം ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കേക്ക് പാൻ എടുക്കുക. എന്നിട്ട് കേക്ക് ടിന്നിനകത്ത് ബട്ടർ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് എയർ ഫ്രയറിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 12 മിനിറ്റ്സ് ഒരു 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിത് ഹീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഒട്ടും പഞ്ചസാരയോ അങ്ങനെ മൈദയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്യും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇത് ട്രൈ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഒരു സ്നാക്കായിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യുമല്ലോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.